പാവനാത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങൾ. അഗ്നിനാവുകൾ പെന്തക്കോസ്ത് ഒരുക്കധ്യാനം. പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് നമ്മൾ ഈ ധ്യാനത്തിലെ അഗ്നിനാവുകൾ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അഥവാ ആത്മസ്നാനം എപ്രകാരം സ്വീകരിക്കണമെന്ന് കണ്ടു. പ്രിയമുള്ളവർ, ഇന്ന് വളരെയധികം പേര് ഒത്തിരി വചനം കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമങ്ങൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ദൈവവചനം സെവിക്കേണ്ടത് ചെവി കൊണ്ടും കണ്ണുകൊണ്ട് കണ്ടും ചെവി കൊണ്ട് കേട്ടും മാത്രം ഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലത്. ഇത് ഹൃദയത്തിൽ എഴുതപ്പെടേണ്ടതാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലെ 33 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ആ ദിവസങ്ങളിൽ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. അപ്പോൾ വചനം ഹൃദയത്തിൽ എഴുതുക. ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴാണ് ദൈവാത്മാവ് വസിക്കേണ്ടത്. അവിടെയാണല്ലോ ആത്മസ്നാനം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ്. ഈ ഹൃദയം എന്ന വാക്കാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. CCC 2562 2562 ഖണ്ഡികയിൽ പറയുകയാണ്: മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? പ്രാർത്ഥന വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ അരൂപിയിലെന്നും ആത്മാവിലെന്നും എന്തിനധികം ഹൃദയത്തിൽ നിന്നും 1000-ലേറെ പ്രാവശ്യം ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന പുറപ്പെടേണ്ടത്. ഹൃദയത്തിൽ നിന്നാണ് ആത്മീയതയുടെ തുടക്കം കുറിക്കേണ്ടത്. അപ്പോൾ ഹൃദയം തുറക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അടുത്തിനെ തുറന്ന് പറയുകയാണ്, ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് സമ്പൂർണ്ണ മനുഷ്യൻ്റെ പ്രാർത്ഥനയായി മാറുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം അവിടെ ഇല്ല എങ്കിൽ പ്രാർത്ഥനാ പ്രകടനം വൃഥാവിലാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒത്തിരി ധ്യാനങ്ങൾ കൂടുമ്പോഴും ഹൃദയം തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയമുള്ളവരെ പ്രയോജനമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാഭിഷേകം അഥവാ അഗ്നിനാവുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഹൃദയം തുറക്കണം. പഴയ നിയമകാലത്ത് തന്നെ വരാനിരിക്കുന്ന ആത്മസ്നാനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്ന ഇതാണ്: ഞാൻ നിങ്ങളുടെ ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നൽകും. അതിനുള്ളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും. കർത്താവ് ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി അവിടെ കർത്താവ് തൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കുന്നു. ആത്മനിറവിനെ കുറിച്ച് എസെക്കിയേൽ അന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിലെ പലയിടത്തും ഹൃദയം തുറക്കുന്നതിനെക്കുറിച്ച്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. പ്രവാചകന്മാർ ഒത്തിരി സ്ഥലത്ത് ഹൃദയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഇപ്പം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ യഹൂദര് അവർ ചാരം തിന്ന് വരെ ഉപവസിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്: അവർ വെണ്ണീർ ഭുജിക്കുന്നു, അവരുടെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവരെ വഴിതെറ്റിക്കുന്നത് അവരറിയുന്നില്ല. തങ്ങളുടെ വലതു കൈയിൽ കുടികൊള്ളുന്നത് കാപട്യമാണെന്നും തങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുവാൻ ഇവയ്ക്ക് സാധ്യമല്ലെന്നും അവരറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമാണ് തുറക്കേണ്ടത്. ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കണം. കണ്ടില്ലേ, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു: ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, അത് ശോചനീയമാമിതം ദുഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലെ തന്നെ കർത്താവ് പരിതപിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിലെ. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്:
മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ഭാവനകളും ദുഷിച്ചതാണെന്ന് കണ്ടു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്ന്. ഞാനീ പറഞ്ഞു വരുന്നത്, ഒരു ആത്മസ്നാനത്തിൻ്റെ ആവശ്യകത പഴയ നിയമത്തിൽ ഇങ്ങനെ വരാൻ കാരണം ആദത്തിൻ്റെ പാപമാണ്. ആദം ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം പുരുഷനും സ്ത്രീയും കേട്ടു. അവർ അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചു. എന്താ സംഭവം? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:23 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. മനുഷ്യനെന്ന ജീവിയും മൃഗങ്ങളുടെ സൃഷ്ടിയും മനുഷ്യൻ്റെ സൃഷ്ടിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. മൃഗങ്ങൾ മരണത്തോടെ എല്ലാം തീരുന്നു, മനുഷ്യൻ അനന്തമായിട്ട് ജീവിക്കുന്നവനാണ്. അനശ്വരതയുടെ സാദൃശ്യത്തിൽ അനന്തതയോടെ ജീവിക്കുന്നവൻ. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ അവനെ പർദീസായിലാക്കി കർത്താവ്. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ ദൈവത്തോട് ഒത്തുചരിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഹവ്വായെ സൃഷ്ടിച്ച ശേഷം ആദത്തോട് പറയുന്ന അവളെ കൊണ്ട് നിർത്തി അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടവളായതുകൊണ്ട് ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. ഇനി മുതൽ ഞങ്ങൾ രണ്ടല്ല ഒന്നാണ്. ഇരുമെയ്യാണെങ്കിലും മനം ഒന്നായി ജീവിച്ചവരെ. എന്നാൽ കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത്, ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ വൃക്ഷങ്ങളുടെ മറയിൽ ഒളിച്ചു. കർത്താവ് ചോദിച്ചു, ആദം നീ എവിടെയാണ്? അവൻ പറയുകയാണ്, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. എന്ത് പറഞ്ഞത്? മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്നകന്നു. പാപാവസ്ഥയിലെ പാപം ഹൃദയത്തിൻ്റെ രോഗമാണ്. പാപം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രോഗമാണ്. അല്ലാതെ ശാരീരികമായി ബാധിക്കുന്നതിനേക്കാൾ ഉപരിയായി അത് ഉള്ളിൽ നടക്കുന്ന സംഭവമാണ്. അവൻ്റെ ഉള്ളിൽ നടന്ന ഈ സംഭവം ആത്മാവായ ദൈവത്തോടൊത്ത് ചരിച്ചിരുന്നവർക്ക് ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടി വന്നു. രണ്ടാമത് സംഭവിച്ചത്, നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? അവൻ പറയുകയാണ്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. അവിടെ അവന് കാണാൻ സാധിക്കുന്നത്, നേരത്തെ കണ്ടത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്നിൽ നിന്ന് എടുക്കുവനെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുകയാണ് കൂട്ടിന് തന്ന സാധനം, ഒരു ഇൻസ്ട്രുമെൻ്റ് ലവ്. മനുഷ്യൻ്റെ ഹൃദയം പാപാവസ്ഥയിലായാൽ ഇത് സംഭവിക്കും. ഇതിനുള്ള ഏക പോംവഴിയാണ് പറഞ്ഞത്, ശിലാതുല്യമായ ഹൃദയമെടുത്ത് മാറ്റി മാംസളമായ ഹൃദയം തരാമെന്ന് പറഞ്ഞത്. അതാണ് ആത്മസ്നാനത്തിൽ സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹൃദയം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. 1000-ലേറെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഹൃദയമാണ് എല്ലായിടത്തും ഉണ്ടാകേണ്ടത്. ഹൃദയം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാലോ ധ്യാനിച്ചാലോ ഒരു പ്രയോജനമില്ല. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ TV ഓൺ ചെയ്ത് വെച്ചു ധ്യാനത്തിന് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം എവിടെയാണ്? ഇന്നത്തെ മനുഷ്യന് ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കാൻ ഏറെ വിഷമമുണ്ട്. അതിന് കാരണമുണ്ട്. ഇന്ന് നമ്മളെ ഭരിക്കുന്ന കൺസ്യൂമറിസം, എവിടെ ഉപഭോക്തൃ സംസ്കാരം. ഈ ഉപഭോക്തൃ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തൊട്ടേ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ നോക്കി നമ്മൾ നോക്കുന്നു, അവർക്ക് എന്തൊക്കെ വേണം, വീടുകളിലെ സാധനങ്ങൾ എന്തൊക്കെ വേണം, എല്ലായിടത്തും വസ്തുക്കളും സംഭവങ്ങളും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ അവന് ദൈവത്തിനായി ഹൃദയം തുറക്കാനുള്ള അവസരമില്ലാതെ വരുന്നു. ഇന്ന് പല പ്രത്യേകിച്ച് വചനം കേൾക്കുന്നു, കൺവെൻഷൻ കൂടുന്നു എന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി ദൈവാത്മാവിൻ്റെ വരങ്ങളോ ദാനങ്ങളോ ഫലങ്ങളോ പുറപ്പെടുവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം ഇന്ന് കൺസ്യൂമറിസം നമ്മളെ, അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്കാരം നമ്മളെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആത്മസ്നാനത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. എൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്ന് നോക്കുക. അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് ഇത് പുറപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, പുറമേ നിന്ന് അകത്തേക്ക് കിടക്കുന്നതല്ല, ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ശിഷ്യന്മാർ ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ഫരിസേയർ പറഞ്ഞില്ലേ, ഇവർ പാരമ്പര്യം അനുസരിക്കുന്നില്ലെന്ന്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, പുറമേ നിന്ന് അകത്തേക്ക് വരുന്നതല്ല, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മർക്കോസ് 7:21 അവിടെ പറയുകയാണ്, ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, ഭിന്നത, വിഭാഗ്യചിന്ത, മദ്യപാനം ഇവയൊക്കെയും വരുന്നത്. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഹൃദയത്തിലുള്ള ഒരാളിന് ആത്മനിറവ് വേണമെന്ന് പറഞ്ഞാൽ ലഭിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഹൃദയം എവിടെ നിൽക്കുന്നു, അതാണ് നമ്മളിന്ന് നടത്താൻ ഒരുങ്ങുന്നത്. ഇനി എന്താണ് ഹൃദയത്തിൻ്റെ പ്രത്യേകത? ദൈവത്തോട് ഐക്യപ്പെടുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനുമുള്ള ഏക മീഡിയയാണ് മനുഷ്യൻ്റെ ഹൃദയം അഥവാ ആത്മാവ്.
അതുകൊണ്ടാണ് സമരിയാക്കാരിയോട് ഈശോ പറഞ്ഞില്ലേ, മകളെ, ഈ മലയിലോ ജെറുസലേമിലോ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്തെന്നാൽ ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഞാൻ ഓർക്കുന്ന നവീകരണത്തിൻ്റെ ആദ്യ കാലയളവിൽ മനുഷ്യർ ആത്മനിറവ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടാൽ പിന്നെ അവരെ ജീവിത വ്യഗ്രത, സുഖലോലുപത ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ലായിരുന്നു. അതൊന്നും അവരെ തൊട്ടു തീണ്ടാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്നതല്ല. നവീകരണത്തിൽ വരുന്നവർക്ക് എന്തൊക്കെയാണ് സൗഖ്യം വേണ്ടത്, എന്തൊക്കെയാണ് സമ്പന്നത വേണ്ടത്. ഇന്ന് പലപ്പോഴും ILTC എഴുതി സാഹചര്യത്തിൻ്റെ പേരിൽ ധ്യാനത്തിൽ വരുന്നു. ജർമ്മനി വിടാൻ വേണ്ടി, UK വിടാൻ വേണ്ടി, പുറത്തേക്കൊക്കെ വിടാൻ വേണ്ടിയുള്ള തത്രപ്പെടലിനിടയിലെ തമ്പുരാൻ ഹൃദയത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ട്. ഈ 2-ാം ദിവസം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തെന്നാണ്. പ്രിയമുള്ളവരെ, ആത്മസ്നാനം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഹൃദയത്തെ കഴുകണം. സ്നാനം എന്ന് പറഞ്ഞാൽ കഴുകലാണല്ലോ. അതിന് ഫണ്ടമെൻ്റൽ സിൻസ്, അടിസ്ഥാന പാപങ്ങൾ കഴുകപ്പെടണം. പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ദൈവകൃപ മനുഷ്യനെ നിറഞ്ഞു വരണമെങ്കിൽ, വരപ്രസാദം നിറഞ്ഞു വന്നാലാണ്, പരിശുദ്ധാത്മാവ് അതിന് മേലെ അടയിരിക്കുമ്പോഴാണ് നമ്മൾ സാക്ഷികളാകുന്നത്. അത് നിറഞ്ഞു വരണമെങ്കിൽ ഉത്ഭവപാപത്തിൻ്റെ ആഴം നമ്മൾ അറിയണം. എങ്കിലേ ദൈവകൃപയുടെ ഔന്നത്യം അറിയാൻ പറ്റും. അത് ഹൃദയം നോക്കി പരിശോധിക്കണം. അല്ലാതെ പുറമേ നോക്കിയിട്ട് നമ്മുടെ വാക്കുകളോ നമ്മുടെ പെരുമാറ്റമോ എന്നതിനേക്കാളുപരി ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടെത്താൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്ന് ദൈവാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടെത്തി തരണമേ. അതിന് ഫണ്ടമെൻ്റൽ സിൻസ് എന്ന് പറയുന്നതാണ് മൂലപാപങ്ങൾ. അവിടെ മൂലപാപങ്ങളിൽ ഒന്നാമത്താണ് അഹങ്കാരം. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ദിവസം ധ്യാനിക്കാം. അഹങ്കാരം, അസൂയ, കോപം, അലസത, ഭോഗാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി. ഇത് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, ദൈവിക ജീവൻ നമ്മളിൽ നിറയ്ക്കുന്നു. ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദൈവിക ജീവൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവിടെ നിറച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനികളെപ്പോലെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് പറയുന്നത് പേഴ്സണൽ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. വ്യക്തിയുടെ ഉത്കർഷത്തിനുള്ളതാണ്. ആർക്ക് ആത്മനിറവ് ലഭിക്കുന്നുവോ അവൻ ജ്ഞാനിയായി മാറുന്നു. ജ്ഞാനിക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റൂ. സ്വർഗം എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ ജ്ഞാനം കിട്ടണം. എനിക്ക് പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് കാണണമെങ്കിൽ ജ്ഞാനം ലഭിക്കണം. ബൈബിളിലെ ദൈവത്തിൻ്റെ വചനമാണെന്നും ഇത് ദൈവസ്വരമായിട്ട് കണ്ട് ദൈവത്തെ അനുസരിക്കണമെങ്കിൽ ജ്ഞാനം നമുക്ക് വേണം. ജ്ഞാനം, വിവേകം. അതുപോലെ തന്നെ ലോകത്തിൽ ആയിരിക്കുമ്പോഴേ നമ്മളാരും ഇവിടെ ഉള്ള കാലം മുഴുവൻ ജീവിക്കുന്നില്ല. ഏറിയാൽ 100 വർഷം. ഇന്നലെ പോലും എൻ്റെ കൂടെ രാവിലെ സംസാരിച്ച് പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയ 45 വയസ്സുകാരൻ ഉച്ചയ്ക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. ഇത്രയൊക്കെ ഉള്ള മനുഷ്യ ആയുസ്, അവൻ്റെ ജീവിതം അവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ നിത്യമായൊരു ജീവിതമുണ്ടെന്ന് കാണണമെങ്കിൽ എനിക്ക് ആ ജീവിതത്തെ നോക്കി വിവേകത്തോടെ ലോകത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വരമാണ് വിവേകം എന്ന വരത്തിലൂടെ ലഭിക്കുന്നത്. അത് വ്യക്തിയുടെ ഉത്കർഷത്തിലുള്ളതാണ്. ജ്ഞാനം, വിവേകം, അറിവ് ഇതും വ്യക്തിയുടെ ഉത്കർഷത്തിലുള്ളതാണ്. ദൈവഭക്തി ഇതും വ്യക്തിയെ ദൈവഭക്തനാക്കി മാറ്റുന്നതാണ്. അതുപോലെ തന്നെ അവൻ ജ്ഞാനം, വിവേകം, അറിവ്, ദൈവഭക്തി, ദൈവഭയം, ആത്മശക്തി ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. ഇതെല്ലാം വ്യക്തി. ഇതിന് മിശിഹായി ഗിഫ്റ്റ് എന്നും പറയും. അതിന് പറയാൻ കാരണം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളുക്കും, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലുണ്ടായിരിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവ്, ദൈവഭക്തിയുടെയും അവൻ ദൈവഭക്തിയിൽ ആനന്ദിക്കും, ആത്മശക്തിയുടെയും വരങ്ങൾ. ഈ ദാനങ്ങളെക്കുറിച്ച് പറയുന്നത് അവിടെയാണ്. മിശിഹായിൽ വിളങ്ങിയിരുന്ന ദാനങ്ങളായതുകൊണ്ട് ഇതിന് മിശിഹായി ഗിഫ്റ്റ് എന്ന് പറയും. ഇത് സാധാരണക്കാരായ നമുക്ക് കർത്താവ് തരുന്ന മാമോദിസായിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞു. പക്ഷേ നമുക്ക് യേശുക്രിസ്തുവിനോട് വേണ്ടത്ര വിധം വളരാനും അവന് ഉൾച്ചേർന്നൊരു വ്യക്തിത്വം ഉണ്ടാകാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി നമുക്ക് തുറക്കാം. കാരണം ഹൃദയം തുറക്കാതെയുള്ളൊരു ആധ്യാത്മികത, ഒരു ധ്യാനം ഒരിക്കലും പൂർണ്ണമായും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇൻഫർമേഷൻ തരലല്ല ധ്യാനത്തിൻ്റെ ലക്ഷ്യം, മറിച്ച് നമുക്ക് ഹൃദയത്തിൽ സത്യം സ്വീകരിച്ച് സ്വതന്ത്രരാകാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പറഞ്ഞില്ല, 1000-ലേറെ പ്രാവശ്യമാണ് ഹൃദയമെന്ന വാക്ക് ബൈബിളിൽ കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ഹൃദയമാണ് ദൈവത്തിലേക്ക് ഉയർത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്ന് ഹൃദയത്തിൽ വചനം എഴുതുന്ന കാര്യം പറഞ്ഞില്ല, ഞാൻ ഓർക്കുകയാണ്. 1900 അന്ന് ധ്യാനവും കൂടി ഞാൻ ഹൈറേഞ്ചിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് ആദ്യം എന്നെ സ്പർശിച്ചത് ഇത് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളത്. ദൈവവചനമാണ് നാം കേട്ടത് എന്നൊക്കെ വായിച്ചു കഴിഞ്ഞൊക്കെ പള്ളി പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഹൃദയം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം
ഇപ്പോൾ ഇത്രയും വലിയൊരു ബൈബിളും കൊണ്ട് ഞാൻ ഈ ആലപ്പുഴയിൽ നിന്നും ഇവിടം വരെ വരുന്നെങ്കിൽ ഇവിടെ അല്ല, എവിടെ പോയാലും ഇതെൻ്റെ കയ്യിലുണ്ടാകും. എൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഹൃദയം അംഗീകരിച്ചു ഇത് ദൈവവചനമാണെന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം അപ്പമായി തീർന്ന് ദിവ്യകാരുണ്യത്തിൽ, വചനം ലിഖിതമായി തീർന്നു എന്ന് കേട്ടപ്പോൾ ഇത് എനിക്ക് സഞ്ചരിക്കുന്ന സക്രാരിയായി മാറി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹൃദയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും ഇതുണ്ടാകും. ഞാൻ സർക്കാർ ഓഫീസിൽ പോകുമ്പോഴേ സഞ്ചിനകത്ത് ബൈബിൾ ഇട്ടുണ്ടായി ചെല്ലുന്നത്. ഒരു ദിവസം ഞാൻ കടന്നു ചെന്നപ്പോഴേ ഒരു അക്രൈസ്തവനായ ഒരു ഓഫീസറാണ്, എൻ്റെ ഓഫീസറെ എന്നോട് ചോദിച്ചു, എടോ ഇന്നെന്താടോ തൻ്റെ ഭാര്യ ഇല്ലാതെ വന്നത്? ഞാൻ ചോദിച്ചു, ഭാര്യ സാറേ ഞാൻ ഏകസ്ഥനല്ലേ? അല്ലടോ തൻ്റെ സഞ്ചി. അന്ന് ഞാൻ എടുത്തിട്ട് വേറൊരു കാര്യത്തിന് വീട്ടിൽ കയറാതെ ഞാൻ വന്നത് വഴി ഇന്ന് സമയമായതുകൊണ്ട്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് പോലും തോന്നുന്നു ഞാൻ എൻ്റെ ഭാര്യയെ പോലെ സൂക്ഷിക്കുന്ന ഒരാളാണ് വചനമെന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഹൃദയമാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അതുകൊണ്ട് ഹൃദയം തുറന്നു കൊടുത്താലേ നമുക്ക് ദൈവാത്മാവിനാൽ നിറയാൻ പറ്റൂ. ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ ഞാൻ അവനോടൊത്ത് വസിക്കും, അവനോടൊന്നിച്ച് ഭക്ഷിക്കും. അപ്പോൾ ഹൃദയം തുറക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ധ്യാനത്തിലെ 2ാം ദിവസമായ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹൃദയം തുറന്ന് ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറാകട്ടെ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഹൃദയം തുറന്ന് കൊടുത്തു കഴിയുമ്പോഴേ ദൈവാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. റോമാലേഖനം 8ാം അധ്യായത്തിലെ 14 മുതൽ 17 വരെ വാക്യങ്ങൾ അവിടെ പറയുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേനയാണ് നിങ്ങൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ അപ്പനായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും, അപ്പനായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്നുള്ള ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഹൃദയം തുറക്കുന്നവർക്കാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 4ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവിടുന്ന് നിയമത്തിന് അധീനനായി ജനിച്ചു, നിയമത്തിന് അടിമയായി കഴിഞ്ഞിരുന്നവരെ അതിൽ നിന്നും വിമുക്തരാക്കി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പുത്രരായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ഉറപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതാവശ്യമാണ്. ഈ 2ാം ദിവസം ഹൃദയം തുറന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള കാര്യം. പ്രിയമുള്ളവരെ, ദൈവം കർത്താവ് ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു കാര്യം അതാണ്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ വഴി കർത്താവ് കരയുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം പറയുകയാണ്, എൻ്റെ മക്കളോടുകൂടി നിന്നെ പാർപ്പിക്കുവാനും മറ്റ് ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ ഒരു ഓഹരി നിനക്ക് തരുവാനും ഞാൻ എത്രയേറെ അഭിലഷിച്ചു. എൻ്റെ പിതാവേ എന്നു നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ നീയും വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. ഇത് മനുഷ്യന് ദൈവത്തോടുള്ള സഹജമായ ഹൃദയബന്ധം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നതാണ്. ഈ 2ാം ദിവസം നമ്മുടെ ഹൃദയബന്ധം എപ്രകാരമാണെന്ന് നോക്കാം. പ്രവാചകന്മാർ വഴി ഈ ദൈവപിതാവിൻ്റെ സ്നേഹം പല രീതിയിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46:3 പറയുകയാണ്, ഗർഭത്തിലും അതിനുശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. നിനക്ക് നരബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. നിന്റെ വാർദ്ധക്യത്തിലും ഞാൻ നിന്നെ ചുമലിലേറ്റിക്കൊണ്ട് നടക്കും. അപ്രകാരം സ്നേഹിക്കുന്നൊരു പിതാവിനെ യെശയ്യാ വരച്ചു കാട്ടി. ഇനിയുമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49, 14, 15, 16, 14 വാക്യത്തിൽ അവർ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ഓഹരി കണക്കിലെടുക്കുന്നില്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാൻ ഒക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്വഭാവം നേരത്തെ ഇപ്പോഴും ഉണ്ട് അത്, എന്നാലും പണ്ടുള്ള അത്രയും തീക്ഷ്ണതയിലില്ല. ആദ്യകാലത്തൊക്കെ ആര് വഴി വെച്ച് കണ്ടാലും അവനോട് ഈശോയെക്കുറിച്ച് പറയും. ഒരിക്കൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. എന്നോട് ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. അതെന്തായിട്ട് അങ്ങനെ പറയാൻ കാര്യം? ഇതാകണ്ട, ഇങ്ങനെ യെശയ്യാ പറഞ്ഞിരിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുക. അങ്ങനൊരു ദൈവം, അങ്ങനത്തെ ദൈവമാണ് നമ്മുടെ ദൈവം. മാത്രമല്ല, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ കണ്ട് സ്നേഹിച്ച ദൈവമാണ്. ഇയാളിരുന്ന് കരയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ എന്നെ ആരും അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല അങ്ങനെ തോന്നിയ കാരണം ഞാൻ ഇവിടെ ധാരാളം മദ്യപിച്ച് ഇപ്പം തന്നെ ഞാൻ തങ്കഞ്ഞേട്ടനെ കണ്ടപ്പോൾ മാറിയിരിക്കാൻ പോയതാണ് പ്രൈവറ്റ് ബസ്സിലെ, എങ്കിലും ഇവിടെ ഇരുന്ന് പോയി അറിയാതെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു,
2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു. എന്നോട് പറയുകയാണ്, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെൻ്റെ ഹൃദയത്തിൽ ചെന്ന് കൊണ്ടു. ഞാനിപ്പോൾ മദ്യപിക്കത്തില്ല, മാത്രമല്ല വേറെ പല കാര്യങ്ങളും എനിക്ക് മാറി, എനിക്കൊരു ധ്യാനം കൂടണമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പിന്നെ ധ്യാനം കൂടി, പിന്നെ ആ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായി, സബ്സോൺ ലീഡറായി, അങ്ങനെ വളർന്നു. പ്രിയമുള്ളവരെ, ഒരു വചനം നമ്മുടെ ഹൃദയത്തിലുള്ളതെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ്റെ ഹൃദയത്തെ സ്പർശിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ ദൈവാത്മാവ് മുഖേനയാണ് അബ്ബാ പിതാവെന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി എനിക്കൊരു കാര്യമുണ്ട്. മാടപ്പാട്ടച്ഛൻ എൻ്റെ ആത്മീയ പിതാവാണ്. അച്ഛൻ പലപ്പോഴും ഞാൻ ഒരിക്കൽ CMI ആശ്രമത്തിൽ കിടന്നു, താമസിച്ചു കുറേ നാൾ. അതിനടുത്തായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴേക്കും അച്ഛൻ എൻ്റെ മുറിയുടെ ഓപ്പോസിറ്റാണ് എൻ്റെ മുറി. രാത്രി ഒരു 3 മണിയാകുമ്പോൾ അവിടെ നിന്ന് അബാ, പിന്നെയും കേൾക്കാം അബാ. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ വല്ല വായുവോ ഗുമ്മനോ വല്ലോ ആണോ? അപ്പോൾ ആശ്രമം ആയതുകൊണ്ട് രാത്രി ചോദിക്കാൻ പറ്റില്ല. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ, അച്ഛാ 3-4 ദിവസമായിട്ട് അച്ഛൻ്റെ മുറിയിൽ ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് ബാ. എൻ്റെ മോനെ, അതല്ലടാ, ഞാൻ 3 മണിക്ക് എണീറ്റിരിക്കും, ഇരുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആ സ്നേഹം ഞാനിങ്ങനെ ആസ്വദിക്കും. അപ്പോഴെനിക്ക് അബാ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകും. ഞാനവിടെ കയറി വന്നിട്ട് ഈ ബൈബിൾ കൊട്ടേഷൻ സ്നേഹത്തിൻ്റെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ മാത്രം കയറി വന്നിട്ട്, മക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളൊന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. ഇത്രയും പറഞ്ഞാൽ മതി. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഹൃദയത്തിൽ എന്തോ ഒരു ദൈവസ്നേഹത്തിൻ്റെ ബന്ധം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മാടപ്പാട്ടച്ഛൻ അതിരാവിലെ എണീറ്റ് ദൈവസ്നേഹത്താൽ നിറയുന്ന വ്യക്തിയാണ്. നമ്മൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് ദൈവത്തിനെ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി വചനത്തിലൂടെ ഒന്ന് അന്വേഷിച്ച് നടന്നാൽ പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിലെ 9 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് പറയുകയാണ്, നോഹയുടെ കാലത്തെന്നതുപോലെ ഞാൻ ശപഥം ചെയ്ത് പറയുന്നു, നിന്നോട് കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പിതാവാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി 10-ാം വാക്യത്തിൽ അവിടെ നിന്ന് പറയുകയാണ്, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അചഞ്ചലമാണ്, അത് മാറാത്തതാണ്. ആ സ്നേഹം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഹൃദയം തുറന്നു കൊടുക്കണം പ്രിയമുള്ളവരെ. അല്ലാതെ ഈ വചനം കേട്ടിട്ട് കാണാൻ ബൈഹാർട്ട് പഠിച്ച് മറ്റുള്ളവർ പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് എഴുതപ്പെടണം. എനിക്കിത് പറയാൻ പറ്റും, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനിയുമുണ്ട് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20. അവിടെ പറയുകയാണ്, എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, നീ എൻ്റെ ഓമന കുട്ടനല്ലേ, നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. ഹൃദയത്തുടിപ്പോടെ നമ്മളെ കാത്തിരിക്കുന്നൊരു പിതാവിനെ അവിടെ വരച്ച് കാട്ടുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 3:1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. നാം എന്തായിത്തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് നമുക്കറിയാം, അവൻ വരുമ്പോൾ നാം അവനെപ്പോലെ ആകും. ദൈവത്തിൻ്റെ പൈതലായി മാറുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. ഈ 2-ാം ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്, കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് സുഹൃദയമായിട്ട് ചൊല്ലാം. എല്ലാവരും ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക. കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയമാണ് ദൈവത്തെ അറിയാനുള്ള മീഡിയ. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാലും ചെവി കൊണ്ട് കേട്ടാലും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, അവർ കണ്ണുകൊണ്ട് കണ്ടാൽ അവർ കാണും പക്ഷെ മനസ്സിലാക്കില്ല, അവർ കേൾക്കും പക്ഷെ ഗ്രഹിക്കുകയില്ല, അവർ മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക അസാധ്യം. അത്രയ്ക്ക് ഈ ജനതയുടെ ഹൃദയം കഠിനമായി. അതുകൊണ്ട് കഠിന ഹൃദയത്തെ മയപ്പെടുത്തുന്ന ദിവസങ്ങളാണ് പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ദിവസങ്ങൾ. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ. ആരാധനയിൽ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിന് ശേഷവും ആരാധനയ്ക്ക് ശേഷവും തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. 51-ാം സങ്കീർത്തനത്തിലെ 10-ാം വാക്യമാണ്. അത് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നരനായി വന്നു പിറന്ന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവസമായി ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യേകമായി സമർപ്പിക്കാം. ദൈവസ്നേഹത്തിൻ്റെ അനുരണങ്ങൾ എൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കാം. സർവോപരി ഞാൻ ബാഹ്യമായി എന്തായിരിക്കുന്നു എന്നുള്ളതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യർ ബാഹ്യരൂപം കാണുന്നു, ദൈവമാകട്ടെ ഹൃദയഭാവവും. നമ്മൾ കാണുന്ന കർത്താവിനെ നമുക്ക് അംഗീകരിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് നമുക്ക് ശ്രവിക്കാം. മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? പ്രാർത്ഥന വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും ആയാലും സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉറവിടം ഏതെന്ന ചോദ്യത്തിന് വിശുദ്ധ ഗ്രന്ഥം ചിലപ്പോൾ അരൂപിയെപ്പറ്റിയും ചിലപ്പോൾ ആത്മാവിനെ പറ്റിയും ഏറ്റവും അധികം പ്രാവശ്യം 1000-ഓളം പ്രാവശ്യം ഹൃദയത്തെപ്പറ്റിയും പറയുന്നു. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥനാ പ്രകടനം വൃഥാവിലാണ്. രണ്ടാം ദിവസമായി ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പെരുമാറ്റങ്ങളും മനുഷ്യരോട് പോലും നമ്മൾ ഇടപഴകുമ്പോഴേ നമ്മുടെ ഹൃദയം അതിലില്ലെങ്കിൽ അത് വൃഥാവിലാണ്. പല കുടുംബങ്ങളിലും ബന്ധങ്ങൾ ആഴപ്പെടാത്തതിൻ്റെ കാരണം ഹൃദയപൂർവ്വമായിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം. ഒരുപക്ഷെ ഇമോഷണലി കാര്യങ്ങളൊക്കെ വൈകാരികപരമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും, എപ്പോഴും കുടുംബിച്ചിരിക്കാനും കളിക്കാനും ഒക്കെ സാധിക്കുന്നു. പക്ഷേ ഹൃദയം തുറക്കാനാവാതെ വിഷമിക്കുന്നവരെ, ഹൃദയത്തിൽ മറ്റു പലതും നിറച്ചു വെച്ചിരിക്കുന്നവരെ എല്ലാം ഈ ആരാധനയിൽ നമുക്ക് അവിടെയൊക്കെ വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കാം. എങ്കിലേ ദൈവപിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയുള്ളൂ. ജെറമ്യാ വഴി കരഞ്ഞത് നമ്മൾ കണ്ടു. കർത്താവ് ജെറമ്യാ വഴി കരഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മക്കളോടുകൂടെ നിന്നെ പാർപ്പിക്കുവാനും മറ്റ് ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോകരമായ ഒരു ഓഹരി നിനക്ക് തരുവാനും ഞാൻ എത്രയേറെ അഭിലഷിച്ചു. എൻ്റെ പിതാവേ എന്നു നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞതുപോലെ നീയും വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുന്നതാണ് പല തവണ. പക്ഷെ ദൈവം എനിക്ക് അപ്പനായി തീർന്നിട്ടുണ്ടോ? ദൈവം പിതാവായി തീർന്നെങ്കിലേ അവൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതയില്ല, അവൻ്റെ ജീവിതത്തിൽ ടെൻഷനില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് അവനറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. അവൻ എല്ലാറ്റിലും എന്നേക്കാൾ ഉപരിയായി എല്ലാറ്റിനും ഇടപെടുവാൻ കഴിയുന്നവനാണ്. ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കാം. ഈ ആരാധനകളിലൊക്കെയും കർത്താവ് ധാരാളമായി കൃപകൾ വർഷിക്കും നമ്മുടെ മേലെ. അതുകൊണ്ട് ഹൃദയം തുറക്കാനായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ്, എൻ്റെ ഹൃദയം എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. നമ്മളെപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, 2 അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ സുസ്ഥിരനാണ്. നീ കുരിശ് വരക്കുമ്പോഴും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയും കർത്താവ് അവിടെയുണ്ട്. പക്ഷെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് അവിടെയുണ്ട്. നീ വിശ്വസ്തനാകുന്നത് നിൻ്റെ ഹൃദയം തുറക്കുമ്പോൾ മാത്രമാണ്. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ആത്മാവ് അഥവാ ഹൃദയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ ഉള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈശോയെ സ്തുതിക്കപ്പെടട്ടെ. സ്തുതിക്കുയോഗ്യനായ കർത്താവേ, എന്നും അങ്ങ് മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രൂപവും ഭാവവും എന്നിലായിടേ, നിന്റെ
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയൽ ദീർഘദർശി വഴി കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കാം. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ഹൃദയം പ്രാർത്ഥനയിലില്ലെങ്കിൽ പ്രാർത്ഥനാ പ്രകടനം വൃഥാവിലാണെന്ന്. കർത്താവ്, ഞങ്ങളൊക്കെയും സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലുന്നവരാണ്, ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്, പ്രാർത്ഥനാഗ്രൂപ്പിൽ പോകുന്നവരാണ്. അവിടെയെല്ലാം ഞങ്ങളുടെ ഹൃദയം ഇല്ലാതെ വന്നാൽ ആ പ്രകടനങ്ങളെല്ലാം വൃഥാവിലായി പോകുമല്ലോ. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങൾ ഹൃദയം തുറക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലെ സങ്കീർത്തകനെ പോലെ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന നേരിയ ചലനങ്ങളെപ്പോലും സസൂക്ഷ്മം നിരീക്ഷിച്ചറിയുന്നവനാണെന്ന സത്യം നമുക്ക് സങ്കീർത്തനം 139 വായിച്ച് ശ്രവിക്കും. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിഞ്ഞിരുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമാവണ്ണം സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവൾ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. ദൈവമേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നത് എന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ ആനയിക്കണമേ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയ പരിശോധനയ്ക്കായി തരുന്നത് അങ്ങയോടുള്ള ബന്ധം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് ലോകത്തോട് പറയുന്ന ഞങ്ങൾ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഇടപെടൽ കൊണ്ടും പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളാണെന്ന രീതിയിലല്ലാതെ വരുമ്പോൾ അങ്ങയെയാണ് ഞങ്ങൾ അവഹേളിക്കുന്നത്. അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും ഇവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്താകിയ മൂലം ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്കും നികൃഷ്ട ചിന്തകൾക്കും വിട്ടുകൊടുത്തു. ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിച്ചുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. ദൈവത്തിന് നൽകേണ്ട മഹത്വം സൃഷ്ടവസ്തുക്കൾക്ക് നൽകി. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളുടെയൊക്കെ നടുവിൽ വരുമ്പോഴേ ദൈവം 4ാമതും 5ാമതും ഒക്കെ ആയി പോകാറുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും താമസിക്കാൻ വീടില്ലാതെ വരുമ്പോൾ 24 മണിക്കൂറും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിൽക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിലില്ല. അതിന് പകരം വീടാണ്. ചിലർക്ക് പണമില്ലാത്തതിൻ്റെ പണം വേണം, പണം ഉള്ളവന് പിന്നെയും വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്ത മാത്രമാകുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്ഥാനം കുറഞ്ഞു വരികയാണല്ലോ. ഈ അവസ്ഥകളൊക്കെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. പരിപൂർണ്ണ വിടുതൽ തന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാനുള്ളൊരു ഇടമുണ്ടാകണമേ കർത്താവേ. ഈശോയെ, മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്
അവൻ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിനായും ജീവിക്കുമ്പോഴാണല്ലോ, ദൈവത്തിൽ ജീവിക്കുമ്പോഴാണല്ലോ. കർത്താവെ, ദൈവത്തിൽ ചരിക്കുവാനും ദൈവത്തിൽ ജീവിക്കുവാനും ദൈവത്തിന് വേണ്ടിയാകുവാനും ഞങ്ങളുടെ ഹൃദയം സമ്മതിക്കുന്നൊരവസ്ഥയുണ്ടാകുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്ന ലൗകികമായിട്ടുള്ള എല്ലാ കഴിവുകളും ഞങ്ങളുടെ കണ്ണടയുമ്പോൾ ഞങ്ങളോടുകൂടി വരാത്ത എല്ലാറ്റിനെയും ഇതാ അങ്ങേ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ശാശ്വതമായതിനെ സ്വീകരിക്കുവാൻ എല്ലാ മക്കളുടെ ഉള്ളങ്ങളെ തുറക്കണമേ. ശാശ്വതമായത് ദൈവമാണെന്നും ആ ദൈവത്തിലായിരിക്കേണ്ടവരാണെന്നും ദൈവത്തിൽ എത്തിച്ചേരേണ്ടവരാണെന്നും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ നന്ദി. കർത്താവേ, ദൈവരാജ്യം ആദ്യം അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം നൽകാമെന്ന് പറഞ്ഞ കർത്താവെ, അന്വേഷിച്ചിടുവിൻ ദൈവരാജ്യം. കർത്താവെ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെടുക്കരുതൻ പരനേ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥ. പരിശുദ്ധാത്മാ നിറവ് ലഭിക്കുവാൻ ഹൃദയം ശൂന്യമാക്കാതെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെക്കുറിച്ച് തന്നെ കാണുന്നത്. കർത്താവിൻ്റെ സന്നിധി നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്താം. ഒരുപക്ഷെ ഇന്ന് മനുഷ്യന് സാധിക്കാത്തൊരു കാര്യം അതാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന വാക്കുകളൊക്കെ വെള്ളത്തിൽ വരച്ച രേഖ പോലെയായി മാറിയിരിക്കുകയാണ് പലർക്കും. പലരുടെയും ജീവിതത്തിൽ ആത്മരക്ഷയും സ്വർഗവും നിത്യജീവനുമൊക്കെ കേൾക്കുന്ന വാക്കുകൾ മാത്രമായി. അത് മനസ്സിൽ പോലും തങ്ങി നിൽക്കാതെ എടുത്തു മാറ്റത്തക്ക വിധം ലൗകിക ആവശ്യങ്ങളും ലൗകികമായ വസ്തുക്കളും സംഭവങ്ങളും ഒക്കെ അവിടെ സ്ഥാനം പിടിച്ചത് കാരണം നമുക്ക് പറ്റുന്നില്ല. വളരെ ഒത്തിരി പേര് അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടും ഈശോ തന്നെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കും, ഞാനും പിതാവും നിങ്ങളിൽ വസിക്കും എന്നൊക്കെ പറഞ്ഞാലൊന്നും ഈ പിതാവ് വസിക്കാൻ പറ്റുന്ന രീതി ഹൃദയം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പൗലോസ്ലീഹ പറഞ്ഞു 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ച് മനസ്സിലാക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് അനേക വിശ്വാസികൾ യേശുക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നുവെന്ന് കാണാൻ പറ്റുന്നില്ല, വിഷമിക്കുകയാണ് അവർ. അതുപോലെ തന്നെ എഫേസ്യസ് ലേഖനം 3:16 പറയുന്നുണ്ട്, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കുന്നതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പറയുകയാണ്, സകല വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയും ഗ്രഹിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. കർത്താവ്, ഇന്ന് ഞങ്ങൾ പലർക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരമോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളമോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയോ അറിയുക പോയിട്ട് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഈശോയെ പോലും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ഉള്ളു തുറന്ന് യേശുവിനെ ഞങ്ങൾക്ക് വസിക്കുവാൻ തക്ക വിധം
ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര എന്നിൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മേൽ കനിയണമേ. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ പുത്ര ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മേൽ കനിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ നാഥ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ നാഥ. കർത്താവെ, ആത്മീയമായി ഒരുങ്ങുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ധ്യാനത്തിലൂടെ ഞങ്ങൾ ഇപ്പോഴും ഈ ആരാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ അങ്ങ് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരെയും സ്പർശിക്കണമേ. എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ അനുരണനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. കർത്താവെ, അങ്ങ് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ പ്രവാചകന്മാരുടെ ചില വചനങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ, ഞങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനനം മുതൽ മരണം വരെ ഓരോ സമയവും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം യെശയ്യാ വരച്ചു കാട്ടിയത് ഇങ്ങനെയാണ്. 46:3 ഗർഭത്തിലും അതിനുശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. നിൻ്റെ വാർദ്ധക്യത്തിലും നിന്നെ ഞാൻ ചുമലിലേറ്റ് രക്ഷിക്കും. നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ ഓരോ പ്രായത്തിലും ഓരോ ഘട്ടത്തിലും ഞങ്ങളെ അങ്ങ് ചുമലിലേറ്റി കൊണ്ടു നടക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ നന്ദി പറയുന്നു. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഞങ്ങൾ പലപ്പോഴും അനാഥരാണെന്നും ഞങ്ങളെ പ്രശ്നങ്ങൾ വിഴുങ്ങുന്നെന്നും ചിലർക്ക് തോന്നുന്നു. സമുദ്രം പോലെ തന്നെ ആഞ്ഞടിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ, ചിലർക്ക് കരകയറാൻ പറ്റാത്തവണ്ണം നദികൾ കടക്കുമ്പോൾ പോലും മുങ്ങിപ്പോകുന്ന അവസ്ഥ, ചിലരെ ജീവിതത്തിൻ്റെ ഭാരം ചൂട് മൂലം ഈ അഗ്നി ഞങ്ങളെ ദഹിപ്പിച്ച് കളയുമെന്നുള്ള അവസ്ഥ. കർത്താവെ, അന്നേരവും അങ്ങേക്ക് പറയുവാനുള്ള ഇതാണല്ലോ, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ജലം നിൻ്റെ മേൽ കവിഞ്ഞൊഴുകുകയില്ല, നദികൾ കടക്കുമ്പോൾ അവ നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ എനിക്ക് ബഹുമാനീയനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ്. നിനക്ക് പകരമായി ഈജിപ്തും സേബായും ഞാൻ നൽകും. നീ എനിക്ക് എന്നും പ്രിയങ്കരനാണ്.
ഇത്രകാലം പറയുന്ന പിതാവിൻ്റെ സ്നേഹത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്ന് സ്നേഹപൂർവ്വം ഒന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമുക്കൊന്നിച്ച് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, ദൈവമേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ചിലപ്പോഴെങ്കിലും ഞങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ അറിയുന്നില്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഓഹരി കണക്കിലെടുക്കുന്നില്ല. കർത്താവെ, അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി യെശയ്യാ വഴി അങ്ങ് ഇങ്ങനെ പറഞ്ഞുവല്ലോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 14 വാക്യത്തിൽ, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ഓഹരി കണക്കിലെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ച ഇസ്രായേൽക്കാരോട് അങ്ങ് പറഞ്ഞുവല്ലോ. മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനൊക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഇപ്രകാരം ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ഉള്ളം കൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം എപ്പോഴും എത്ര ഈസി ആയിട്ട് കാണാവുന്ന സ്ഥലം, എപ്പോഴും അങ്ങയുടെ കയ്യിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങ് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സ്നേഹം വീണ്ടും വീണ്ടും എത്രയോ തവണ ഞങ്ങളോട് പറഞ്ഞു. ജെറമ്യാ വഴി അവിടുന്ന് പറഞ്ഞുവല്ലോ, എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, നീ എൻ്റെ ഓമനക്കുട്ടനല്ലേ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം, അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്നു. ഹൃദയത്തുടിപ്പോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ജെറമ്യാ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഹൃദയം ഇത് അംഗീകരിക്കാത്തത് കൊണ്ട് ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാനോ സ്വീകരിക്കാനോ പറ്റാതെ വന്നുപോയ ഞങ്ങളുടെ സമയങ്ങൾ ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് പൊറുതി തന്നുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം ഗ്രഹിക്കുവാൻ തക്ക വിധം ഉള്ളു തുറന്നു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോഴും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈശോയെ, ഈ പെന്തക്കോസ്ത് വലിയൊരു അനുഭവമായി തീരുവാൻ തക്ക വിധം ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ ഈ പ്രകാരമുള്ള അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ട്, ദൈവത്തെ ദൈവമായി അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഞങ്ങളെ പലപ്പോഴും ഞെരുക്കിക്കളയുന്നു. സാമ്പത്തിക തകർച്ചകൾ, ബന്ധങ്ങളിൽ വന്ന വീഴ്ചകൾ, പല വിധത്തിലുള്ള ക്രമക്കേടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. കർത്താവേ, ചിലർ കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്നിരിക്കുന്നു. ചിലയിടത്ത് സാമ്പത്തിക തകർച്ചയാകാം, മറ്റുള്ള ബുദ്ധിമുട്ടുകളാകാം. എല്ലാ ബുദ്ധിമുട്ടുകളുടെയും എല്ലാം കർത്തൃത്വം ഏറ്റെടുക്കണമേ. പരിപൂർണമായി അങ്ങോട്ട് ഏറ്റെടുത്ത് പരിപൂർണ്ണ സൗഖ്യം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. പരിപൂർണമായി നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. നാഥാ സമർപ്പിക്കുന്നു, നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ആശീർവാദം സ്വീകരിക്കുവാനായി ശിരസ്സ് നമിക്കാം. സ്വർഗത്തിൽ
നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യന് മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. നാളെ നമ്മൾ ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.